ഇടി പ്രഗ്നന്റ് ആണെന്ന് പറയണം. ഞാനോ? അതെ, ആദ്യം നിന്ന് നീ ഗർഭിണിയാണെന്ന് പറയണം. ഞാൻ പറയൂല. എന്തുകൊണ്ട്? ഇനി ഒരു കള്ളം പറഞ്ഞ് നാണകടൻ എനിക്ക് വയ്യ മാമൂസേ. എങ്കിൽ നീ പറയണമെന്നില്ല, ഞാൻ പറഞ്ഞോളാം. എന്താ, മതിയോ? പക്ഷേ എന്താ? അത് സത്യമല്ലല്ലോ മാമൂസേ. ഓ, ഈ കാര്യത്തിൽ എനിക്ക് സത്യമല്ല വലുത്, ജയമാണ്. 2 ദിവസം ആദിയോടൊപ്പം ഒരു മുറിയിൽ കഴിഞ്ഞതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് ദുർഗ തുളസിയും ആദിയുമായുള്ള വിവാഹത്തിന് സമ്മതം നൽകിയതെങ്കിൽ ആദിയിൽ നിന്നും ആതിര ഗർഭിണിയാണെന്ന് അറിയുമ്പോ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയണമല്ലോ. വിജയം തന്നെ എല്ലാവർക്കും വലുത്. അതിനു മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമൊന്നും തോന്നുന്നില്ല. കാരണം എന്റെ വിജയം എന്ന് പറയുന്നത് എന്റെ മകന്റെ ജീവിതമാണ്. അമ്മ എടുത്തൊരു തെറ്റായ തീരുമാനത്തിന്റെ പേരിൽ പിന്നീട് അവൻ എന്നെ പഴിചാരാൻ പാടില്ല. താനെടുത്ത തീരുമാനം അതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയോ? ഇവിടെ അടച്ചിട്ട മുറിക്കകത്ത് ആദിയോടൊപ്പം തുളസിയെ കണ്ടത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. രണ്ടുപേരെയും കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം തുളസിയെ ഒരിക്കലും കാണാനാവാത്ത വിധത്തിൽ ആദിയിൽ നിന്നും അകറ്റാനും എനിക്കറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ഞാൻ ചെയ്താൽ അത് ആദി എന്നോട് ചെയ്തതിനേക്കാൾ വലിയ തെറ്റായി പോവെന്ന് മനസ്സ് പറഞ്ഞു. ഇനിയൊരിക്കലും തുളസിയെ വിട്ടൊരു ജീവിതം ആദിക്ക് സാധിക്കില്ലെന്ന് എനിക്ക് തോന്നി. ആ തോന്നലിൽ നിന്നാണ് എന്റെ ഈ തീരുമാനം ഉണ്ടായത്. എടോ, പഴയതൊക്കെ മറന്ന് നമുക്കിനിയൊരു പുതിയ ജീവിതം തുടങ്ങണം. തുളസി നമ്മുടെ കുടുംബത്തിലെ മരുമകളാവുന്നതോടെ പ്രിയയും ജയനും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരായി മാറും. അറ്റുപോയതൊക്കെ കൂട്ടിയോജിപ്പിക്കണം. പ്രിയയും ജയനും ഇപ്പൊ വലിയ സന്തോഷത്തില. തന്റെ വാക്കുകളും വേദവാക്യം പോലെയാ അവർ കൊണ്ടു നടക്കുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രസാദേട്ടാ. അവരോട് പറയൂ, ഞാനൊരു അമ്മയാണ്, ഒരു മകന്റെ അമ്മ. മക്കളുടെ പ്രശ്നങ്ങൾ എനിക്കും മനസ്സിലാവും. അവരുടെ തെറ്റുകൾ പൊറുക്കാനും സഹിക്കാനും എന്നെ കൊണ്ടും കഴിയും. ആദിക്കിപ്പോ തന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടിയിട്ടുണ്ടോ? അവൻ തുളസിയെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഞാനും പ്രാർത്ഥിച്ചിരുന്നു. ആദ്യം തുളസിയായിട്ടുള്ള വിവാഹം നടക്കണമെന്നല്ലേ? അല്ല, പിന്നെ തന്റെ മനസ്സിന് മാറ്റം ഉണ്ടാവണേ. അത് സംഭവിച്ചു. ജോത്സ്യരെ കാണണം പ്രസാദേട്ടാ. കാണാം. ആദിയുടെ വിവാഹകാര്യത്തിൽ ബ്രഹ്മശ്രീ രാജവർമ്മയുടെ തീരുമാനം അന്വേഷിക്കണം.
ഷോ, ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെയല്ലേ നമ്മൾ മുഖവിലക്ക് എടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിലും മാറ്റം വേണ്ട. ആദ്യം എന്നെ ഒളിച്ചു നടക്കണമെന്ന് തോന്നുന്നു. അവന് തന്റെ മുമ്പിൽ വരാന് ചിലപ്പോ ചമ്മലുണ്ടാവും. പോയിട്ടൊന്ന് സമാധാനിപ്പിക്കും. ചെല്ല, റൂമിലുണ്ടാവും. ഇനിയുള്ള കാലം ഈ റൂമിൽ തന്നെ കഴിയാനാണോ ഭാവം? അത് ഞാൻ തെറ്റെയ്തെന്ന് തോന്നുന്നവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള വിഷമം ഉണ്ടാവും. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലമ്മേ. പിന്നെ ആരെയാ നീ പേടിക്കുന്നത്? ഞാൻ താഴെ വന്നിരുന്നു. ആതിരയുടെ ബഹളം കേട്ടല്ലേ? അതെ. ഞാൻ ഉദ്ദേശിച്ചത് എന്നോട് സംസാരിക്കാൻ വരാത്തതിനെ പറ്റിയാ. ഞാൻ അമ്മ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ എല്ലാം ചെയ്തത്. നിന്റെ വളർച്ചയും സുരക്ഷിതത്വവും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. നിന്റെ സന്തോഷം, നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്നുള്ള ഉറച്ച തീരുമാനം, അതൊക്കെയായി അമ്മ. അല്ലെങ്കിൽ അതിന് മാത്രം എന്റെ ശ്രമങ്ങൾ നടന്നിട്ടുള്ളത്. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാ നിന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. അമ്മ എനിക്ക് മാപ്പ് തരണം. എന്തിന്? നീ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തുളസിയുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോ അവൾക്ക് ഏറ്റവും സുരക്ഷിതമായൊരിടം നീ ഒരുക്കി കൊടുത്തു. നിന്റെ നന്മയെ മറ്റൊരു കണ്ണുകൊണ്ട് കാണേണ്ടി വന്ന് ഞാനാ തെറ്റുകാരി. അമ്മേ, നീയും തുളസി ഒരുമിച്ച് ജീവിക്കണം. ഞാനത് ഓർക്കാപ്പുറത്തെടുത്തൊരു തീരുമാനമൊന്നുമല്ല. ആ തീരുമാനത്തിന്റെ ഫലം എന്തോ ആയിക്കോട്ടെ, അതിന് വിധിയെന്ന് പേരിട്ട് വിളിക്കാം. അത്രയും ഞാനിപ്പോ ചിന്തിക്കുന്നുള്ളൂ. അതെ, നിന്റെ മനസ്സിൽ കളങ്കമില്ല. നിന്റെ മാത്രമല്ല, തുളസിയുടെ. അതുകൊണ്ടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റാരും അറിയാതെ ഈ മുറിയിൽ ഇത്രയും ദിവസം കഴിയാൻ ധൈര്യം ഉണ്ടായത്. തെറ്റ് ചെയ്യുന്നു എന്നൊരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ അവളെ ഇവിടെ പാർപ്പിക്കില്ലായിരുന്നു. അത് ഈ അമ്മയ്ക്കറിയാം. എന്താടാ ഇത്? എത്ര ചങ്കൂറ്റത്തോടെയാ നീ തുളസിയെ സംരക്ഷിച്ചത്. തന്റെ ഭർത്താവിൽ നിന്നും ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ സംരക്ഷണം തന്നെയാ.
അമ്മയ്ക്കിപ്പൊ നിന്നെ ഓർത്ത അഭിമാനമാ. എന്റെ മകന് ഒരു പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്. തുളസി ഭാഗ്യവതിയാ. അതുകൊണ്ടാ ഞാൻ ഒരുപാട് വെറുത്തിട്ടും എതിർത്തിട്ടും നിനക്കവളെ കിട്ടിയത്. ഇനി നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാം. എല്ലാ അമ്മമാരെയും പോലെ മക്കളുടെ സന്തോഷം അത് തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. സോറി അമ്മ, എല്ലാത്തിനും സോറി. അമ്മയ്ക്ക് നിന്നെ കഴിഞ്ഞേ ഉള്ളടാ മറ്റെന്തും. നിന്റെ മനസ്സിൽ ഇപ്പോ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താ? അതെന്ത് തന്നെയായിരുന്നാലും അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മാത്രം നീ വിചാരിക്കരുത്. അമ്മ, എനിക്കെന്തായാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിനക്കിതുവരെ ദുർഗാമ്മയെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീ ഈ പറയുന്ന ദുർഗാമ്മേ എന്റെ അമ്മയാണ്. എന്റെ അമ്മ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ദുർഗാമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹത്തെ സ്നേഹമെന്നല്ല പറയേണ്ടത്. അത് വെറും സ്വാർത്ഥതയാ. മകനോടുള്ള സ്നേഹമല്ല, മകൻ എന്റേത് മാത്രമാണെന്നുള്ള പിടിവാശി. എത്രയൊക്കെ തള്ളി പറഞ്ഞാലും അവസാനം എന്റെ അമ്മ എന്റെ ഇഷ്ടത്തിന് മാത്രമേ നിൽക്കുള്ളൂ. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും നീ എന്തിനാ വെറുതെ അമ്മയെ സംശയിക്കുന്നേ? സംശയിക്കാതെ തരവില്ലല്ലോ. അമ്മ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചതാണോ ഇപ്പോഴത്തെ പ്രശ്നം? എന്റെ അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ജനിച്ച അന്ന് മുതൽ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ണിന് നേരെ കണ്ടൂടായിരുന്നു. എന്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ജനിച്ചുപോയി എന്ന ഒറ്റ കുറ്റമേ ഞാൻ നിന്റെ അമ്മയോട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് മാത്രം നിന്റെ അമ്മ എന്നെയോ എന്റെ അമ്മയോ നിന്റെ വീട്ടിൽ പോലും കയറ്റാറില്ല. അങ്ങനെയുള്ള ദുർഗാമ്മയ്ക്ക് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം എങ്ങനെ ഉണ്ടായിന്നാ എനിക്ക് സംശയം. അതിനെല്ലാം അമ്മയ്ക്ക് കുറ്റബോധം തോന്നിക്കാണും. ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് തോന്നിയപ്പോ ഒരു പ്രായശ്ചിത്തായിട്ടായിരിക്കാം അമ്മ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പൊ മംഗളാപ്പച്ചിക്ക് ദുർഗാമ്മ കൊടുത്ത വാക്കോ? മംഗളാപ്പച്ചിക്ക് അമ്മ ഒരു വാക്കും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ആതിരെ ദേവമംഗലത്ത് കൊണ്ട് നിർത്തിയത്? നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? അതായിരുന്നില്ലേ ദുർഗാമ്മയുടെയും മംഗളാപ്പച്ചിയുടെ ഉള്ളിലിരിപ്പ്? എന്നിട്ടിപ്പോ അതെല്ലാം വിട്ട് ആജന്മ ശത്രുവായി എന്നെ സ്വീകരിക്കണമെങ്കിൽ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല ആദി. എല്ലാം നിന്റെ തോന്നലാണെന്ന് പറഞ്ഞില്ലേ? ആ, തോന്നലാവണേം തന്നെയാ എന്റെയും പ്രാർത്ഥന. നീ നോക്കിക്കോ, എന്റെ അമ്മ നിന്നെ സ്വന്തം മകളെ പോലെ നോക്കും. അപ്പോ ഞാൻ നിന്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ നോക്കണമെന്നില്ലേ? എനിക്കറിയാം, എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ദുർഗാമ്മ സ്വന്തം അമ്മയെ പോലെയാണെന്ന്. അത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കണ്ട. ആ, നോക്കട്ടെ. ആദ്യം നമ്മുടെ കല്യാണം കഴിയട്ടെ. ഒരമ്മായിയമ്മ മരുമകൾ ഫൈറ്റിനുള്ള ചാൻസ് ഉണ്ടോ നോക്കാം. നമ്മുടെ കല്യാണം കഴിഞ്ഞാലെങ്കിലും നീ അമ്മയെ വിശ്വസിക്കുമല്ലോ? ആ, തീർച്ചയായും. പക്ഷേ നീ എന്റെ കഴുത്തിൽ താലി കിട്ടുന്ന നിമിഷം വരെ എനിക്ക് ദുർഗാമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല. പോ. വാ. ആദിയും തുളസിയും കുറച്ചു ദിവസം ഒരുമിച്ച് താമസിച്ചു. ഇനി ജീവിതാവസാനം വരെ അവരൊരുമിച്ച് തന്നെ കഴിയട്ടെ. ഇപ്പോഴിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണോ? ദേ ആതിരമോളെ,
ഇങ്ങനെ ഇരുന്നാലേ നീ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. എനിക്ക് ലൈഫ് മടുത്തു സുലു ആന്റി. ലൈഫ് മടുക്കാൻ നീ ആരെങ്കിലും കൊന്നോ? എല്ലാവരും കൂടി എന്നെ കൊന്നില്ലേ? അമേരിക്കയിൽ നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ ഇവിടെ വിളിച്ചു വരുത്തി മോഹിപ്പിച്ചിട്ട് അവസാനം ദുർഗാന്റെ പോലെ എന്നെ വലിച്ചെറിഞ്ഞു. ഇനി എന്തിനു വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്? എന്റെ മോളെ, ഒരു പ്രണയം പരാജയപ്പെടുമ്പോഴേക്കും താടിയും മുടിയും നീട്ടി വളർത്തി മാനസമൈന്യം പാടി നടക്കുന്നവരല്ലേ പെണ്ണുങ്ങള്. അതൊക്കെ ആണുങ്ങളുടെ ഏർപ്പാടാ. അല്ലെങ്കിൽ നിരാശ എന്ന ഒന്ന് പെണ്ണിന്റെ ചരിത്രത്തിൽ ഇല്ല. നിരാശ കാമുകന്മാരെ അല്ലാതെ നീ ഇതുവരെ നിരാശ കാമുകിമാരെ കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പോ സുലു ആന്റി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നിരാശ കാമുകൻ എന്ന് വെച്ചാൽ എന്താ? അതൊരു തരം ജീവിയാ. മോളിപ്പോ അതിനെ കുറിച്ചൊന്നും പഠിക്കണ്ട. ഞാൻ തിരിച്ചു പോവാ സുലു ആന്റി. എനിക്ക് പഠിക്കണം. അത് നല്ല കാര്യം. പക്ഷെ നീ പോകുമ്പോഴേ കൂടെ നിന്റെ ആദ്യം കൂടെ കൊണ്ടുപോണം. ആദ്യേട്ടനോ? നീ എന്തിനു വേണ്ടിയാണോ അമേരിക്കയിലെ നിന്റെ പഠനം ഒഴിവാക്കി ഇവിടേക്ക് വന്നത്, അതൊക്കെ നേടിയെടുക്കണ്ടേ? ദാറ്റ്സ് ഇംപോസിബിൾ. അത് നടക്കില്ല സുലു ആന്റി. ദുർഗാന്റിക്ക് പോലും ഇപ്പൊ എന്നെ ഇഷ്ടമല്ല. ആര് പറഞ്ഞു ദുർഗാന്റിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്? എന്റെ മുമ്പിൽ വെച്ചല്ല ആന്റി പറഞ്ഞത് തുളസിയും ആദ്യേട്ടനും വിവാഹം കഴിക്കട്ടെ എന്ന്. അതൊന്നും നീ നോക്കണ്ട. അപ്പോഴത്തെ ഒരു അവസ്ഥയില് ചിലപ്പോ ദുർഗേച്ചിക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു കാണും. എന്നാ ദുർഗാന്റി സുലു ആന്റിയോട് പറഞ്ഞോ? പറഞ്ഞാലും ഇല്ലെങ്കിലും നിനക്ക് ഞാനുണ്ട്. ആദ്യം നീ സ്വന്തമാക്കുന്നത് വരെ നിന്റെ കൂടെ ഈ സുലു ആന്റി ഉണ്ടാവും. സ്നേഹിച്ചവര് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിനക്കതുണ്ടാവില്ല. വിട്ടുകൊടുക്കരുത് നീ. എന്ത് ചെയ്തിട്ടായാലും ആദ്യം നീ സ്വന്തമാക്കിയിരിക്കണം. പക്ഷെ അതിനു വേണ്ടിട്ടല്ലേ ഞാൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയത്. സൂയിസൈഡ് തോന്നിയോ സലേഡി നീ കാണിച്ചത്? എടി, കയ്യിൽ കുറച്ച് നെയിൽ പോളിഷ് വാരി തേച്ച് പേടിപ്പിക്കാൻ നോക്കിയാല് അത് പാളി പോവില്ലേ? എന്റെ മാമൂസ് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിന്റെ മാമൂസ് ഒരു പരാജയം തന്നെയാ. മാമൂസിനെ കുറ്റം പറയല്ലേ സുലു ആന്റി. എന്റെ ആതിരെ ഇത് കുട്ടിക്കളിയൊന്നും അല്ല. ആദ്യം നിനക്ക് കിട്ടണമെങ്കിൽ നെയിൽ പോളിഷ് അല്ല, യഥാർത്ഥ രക്തം നീ ഒഴുക്കണം. ഒറിജിനൽ ബ്ലഡ്? യെസ്. അയ്യോ, നീ കൈഞ്ഞരമ്പ് ശരിക്കും മുറിക്കണം. അത് നാലാള് കാണുന്നിടത്ത് വെച്ചല്ല ചെയ്യേണ്ടത്. കരഞ്ഞു വിളിച്ച് ആളെ കൂട്ടാനും പാടില്ല. പിന്നെ കുളിമുറിയിൽ, അടച്ചിട്ട കുളിമുറിയിൽ, ലോക്ക് ചെയ്ത കുളിമുറിയിൽ വെച്ച്. അയ്യോ, അതെങ്ങനെ ശരിയാവും ആന്റി? ഞാൻ മരിച്ചു പോവില്ലേ? മരിക്കാതെ ഞാൻ നോക്കിയ പോരെ? അതെങ്ങനെ? എടി ബുദ്ധൂസേ. സുലു ആന്റി എന്നെ അങ്ങനെ വിളിക്കരുത്. ശരിയെന്നാ. എടി ബുദ്ധിമതി, നീ ബാത്റൂമിൽ കയറി നിന്റെ കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ഞാൻ വന്ന് നിന്നെ വിളിക്കും. അപ്പൊ ഞാൻ ഡോറ് തുറന്നാ മതിയാവൂല്ലേ? അപ്പൊ നീ തുറക്കരുത്. നീ തുറക്കാതിരിക്കുമ്പോ ദുർഗേച്ചി വന്ന് വിവരം അന്വേഷിക്കും. പിന്നെ പ്രസാദ് സാർ വരും, ആദി വരും. അങ്ങനെ പുറത്താകെ ബഹളാവും. അപ്പൊ മാത്രം നീ വാതില് തുറന്നാ മതി. പക്ഷെ അപ്പോഴേക്ക് ഞാൻ മരിച്ചു പോയാലോ? കാമുകന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന ആളാണ് യഥാർത്ഥ കാമുകി. വേണ്ട ആന്റി. ഇനി ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ പ്രസാദ് അങ്കിൾ എന്നെ പിടിച്ച് ജയിലിലിടും. കേസ് എടുക്കുന്നവരെ പറഞ്ഞിട്ടുള്ളതാ. ഇനി എന്തൊക്കെ ചെയ്താലും എനിക്ക് ആദ്യേട്ടനെ കിട്ടാൻ പോകുന്നില്ല, അതെനിക്ക് ഉറപ്പാ. നീ വിഷമിക്കണ്ട. ദൈവം നിന്റെ വിഷമം കാണുന്നുണ്ടാവും. നോക്കിക്കോ. ദേ, ഈ പുലിവാൽ കല്യാണത്തിന്റെ അന്തിമ വിജയം അത് നിനക്ക് തന്നെയായിരിക്കും. ഈ സുലു ആന്റി അല്ലേ പറയുന്നത്? വിഷമിക്കണ്ട. എല്ലാവരെയും വിവരം അറിയിക്കണ്ടേ? ആദിയുടെ വിവാഹം കെങ്കേമോ-ആയിട്ട് തന്നെ നടത്തണം. ഒരാളെ പോലും വിട്ടുപോകരുത്. അതിനുള്ള സമയമായിട്ടില്ലല്ലോ. ഇപ്പോഴേ നോക്കിയാലേ ശരിയാവൂ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിട്ടുപോകും. നോക്കാം. പിന്നെ വിവാഹത്തിനുള്ള ദിവസം തിരുമേനിയെ കൊണ്ട് തന്നെ നോക്കിക്കണം. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാന്നേ. ആദ്യ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ സാന്നിധ്യം
ഈ വീട്ടിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് ആതിരയായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ എത്ര വെട്ടി. ആ അത് ശരിയാ. എത്ര കൃത്യമായിട്ടാ തിരുമേനി തുളസി ഈ വീട്ടിലുള്ള കാര്യം അറിഞ്ഞതല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. അദ്ദേഹം തന്നെ കുറിച്ചു തന്നാ മതി ആദിയുടെ വിവാഹ തീയതി. അതിനു മുമ്പേ നമുക്ക് ആതിര ഇവിടുന്ന് പറഞ്ഞയക്കണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. പ്രസാദേട്ടന്റെ അപ്പച്ചിയുടെ മകളല്ലേ, അവളിവിടെ നിൽക്കുന്നുണ്ട്, എന്താ കുഴപ്പം? എടോ അതല്ല, ആദ്യം മോഹിച്ചിട്ട് പിന്നെ അവളെ ഈ വീട്ടിൽ കഴിയാന്നുള്ളത് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് അവൾക്ക് മാനസികമായിട്ട് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? അവള് തിരിച്ച് അമേരിക്കയ്ക്ക് പോവാണെങ്കിൽ പോയിക്കോട്ടെ. ചിലപ്പോ ആ കുട്ടിയുടെ മനസ്സിലെ വിഷമം അതോടെ പോയിക്കോളും. അവക്കങ്ങനെ വിഷമമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം പറഞ്ഞ ആതിരയ്ക്ക് മനസ്സിലാവുകയും ചെയ്യും. അവളിവിടെ തന്നെ നിൽക്കട്ടെ. തന്റെ ഇഷ്ടം. പ്രസാദേട്ടാ, നമ്മുടെ ജ്യോതിഷിയെ വിളിക്കാൻ മറക്കണ്ട. എല്ലാ കാര്യങ്ങളും ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം തന്നെ ആയിക്കോട്ടെ. ഓക്കേ.